അപ്പോൾ എന്തായി കാര്യങ്ങൾ പറയും? തിരുവമ്പാടി വിഭാഗത്തിന്റെ കുടകളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എത്ര കുടകളുണ്ട്? ഇവരൊക്കെ തിരുവമ്പാടി വിഭാഗം കൂടിയാണല്ലേ? ഏകദേശം എത്ര കുടകളുണ്ട്? 1000 കുടകളുണ്ടെന്നാണ്. ഏകദേശം 60 മേലെ കുടകളുണ്ടായിരിക്കും മാറാനായിട്ട്. അപ്പോൾ കുടകളൊക്കെ എത്തിച്ചു കഴിഞ്ഞു. കുടകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ, സ്പെഷ്യൽ കുടകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. സ്പെഷ്യൽ കുടകൾ അവസാന നിമിഷത്തിലേക്ക് വെച്ചിരിക്കുകയാണല്ലേ? സർപ്രൈസ് ആണ്. അതെ 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 അതെ, സ്പെഷ്യൽ കുടകൾ അവസാന നിമിഷത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അതൊരു രഹസ്യ സ്വഭാവമാണ്. ആ സമയത്ത് മാത്രമേ അത് പ്രദർശിപ്പിക്കുന്നുള്ളൂ. ഇപ്പം തന്നെ ആളുകളൊക്കെ എത്തി. അതെ അതെ അതെ, ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളം കേൾക്കാനുള്ള തിരക്കിലാണ് ആൾക്കാർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുടമാറ്റത്തിന് ഏകദേശം ഒരു 5 മണിയോട് കൂടി ആ ജനാരവങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അതായത് ഈ ഇലഞ്ഞിത്തറം ഈ തെക്കോട്ടിറക്കം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ കുടകൾ കൊണ്ടുവരിക, സ്പെഷ്യൽ കുടകൾ കൊണ്ടുവരിക. അത് കൊണ്ടുവരുന്ന കാണാൻ പ്രത്യേക ഒരു രസമാണ് വിപിൻസ്. അതായത് ഈ ജനക്കൂട്ടത്തിനിടയിൽ ഇവരിങ്ങനെ കൈ കോർത്ത് പിടിച്ചോ ഓരോ കുടകളുമായിട്ട് ഇങ്ങനെ ഈ വലിയ ക്രൗഡിനിടയിലൂടെ ഇങ്ങനെ ഒരു മാലയൊക്കെ കിടക്കുന്ന പോലെ ഇങ്ങനെ ഇവർ വരും. ഒരു വല്ലാത്ത കണ്ടാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഫീലാണ്. അതോടൊപ്പം തന്നെ ഈ ഗോപുരത്തിന്റെ മുകളിൽ അവിടെ ഒരു കിളിവാതിലുണ്ട്. അതായത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യേണ്ട, മനസ്സിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. അതിന്റെ ദൃശ്യം കണ്ടിട്ടുള്ളതാണ്. അതായത് ആ കിളിവാതിലൂടെ കാണണം. അതായത് 2 അറ്റത്തും ഈ ജനങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തും. ഇതിനുശേഷമാണ് ഈ പാറമേക്കാവ് ദേവസ്വം അങ്ങോട്ടേക്ക് തെക്കോട്ടിറക്കവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പാറമേക്കാവ് ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു 4-5 കുടകൾ അവർ മാറും. അതിനുശേഷം ആ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് അവർ മുന്നോട്ട് പോകും. പണ്ട് പഴയന്നൂർ ഭഗവതിയുടെ പറ എടുത്തിരുന്ന ഓർമ്മയിൽ ആ കോർപ്പറേഷൻ മുന്നിൽ പോയി അവർ വലം വെച്ച് ഇവിടെ എത്തുമ്പോഴേക്കും തിരുവമ്പാടി ഇവിടെ നിന്ന് ഇറങ്ങി വരും. അതിനുശേഷം ഈ 2 വിഭാഗവും നിലയുറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വടം മാറ്റും. ആ വടം മാറ്റുന്ന സമയത്ത് ഈ ജനക്കൂട്ടം ഇങ്ങനെ ഓടി എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ആ സമയത്ത് വലിയ രീതിയിൽ മണ്ണൊക്കെ പറന്ന്, അതായത് തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വല്ലാത്ത അനുഭൂതി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അത് ഈ കിളിവാതിലൂടെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഫീലാണ്. ഏതൊരു ഫോട്ടോഗ്രാഫറുടെ ഒരു സ്വപ്നം കൂടിയായിരിക്കും അല്ലേ? അതെ അതെ അതെ, അതായത് ഈ പത്ര ഫോട്ടോഗ്രാഫർമാരെല്ലാവരും ഇപ്പോൾ, അതായത് ഇതിന് മുകളിൽ കയറണമെങ്കിൽ പ്രത്യേക പാസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഇവർ നേരത്തെ തന്നെ അവർ കയറി ഈ ഇരിപ്പിടങ്ങൾ പിടിച്ചതിന് ശേഷം അവർ അവിടെ ഇരുന്ന മണിക്കൂർ, അത് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. ഈ ഇരിപ്പിരുന്നാൽ ഈ കുടമാറ്റം കഴിയും വരെ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് പടമെടുക്കുന്ന ആളുകൾ പോലും ഉണ്ട് അതിനകത്ത്. ഇതാ ഓരോ കുടകളായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കുടകളുടെ ഓരോ കാര്യങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തെക്കേ ഗോപുര നടയിലേക്ക്. ഇവിടെ പ്രത്യേക പവലിയനൊക്കെ ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ ഒരു അന്തിമവട്ട ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒഫീഷ്യൽസൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആളുകളുടെ എണ്ണത്തിൽ, അതായത് ഈ 2 ആനകളും അപ്പുറം ഇപ്പുറവുമായി 2 വിഭാഗങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള അത്രയേറെ ജനങ്ങൾ, അതൊരു പുരുഷാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അത് മുഴുവൻ ആസ്വദിക്കുക എന്നുള്ളത് മാത്രം സ്വപ്നം കണ്ട് വലിയൊരു വിഭാഗം ഇവിടെ തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴും, അത് ഇന്നലെ മുതൽ വന്നിട്ടുള്ള ആ ഒരു ഒഴുക്ക് അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. പിന്നീട് ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് കൂടി കടക്കുക.